വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് അലോന മോളുടെ ബർത്ത്ഡേ ആണേ. അപ്പം ഞാൻ അവളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ഹോം മെയ്ഡ് ഫുഡാണ് ഉണ്ടാക്കുന്നത്, ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരാമെന്നേ. ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ. അങ്ങനെ ഞാൻ കോഴി നിറച്ചതാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തതേ. അപ്പോൾ ഗസ്റ്റ് കൂടെ ഉള്ളത് കൊണ്ട് 2 ചിക്കനാണ് ഞാൻ അതിനുവേണ്ടി എടുത്തതേ. ചിക്കൻ നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായ മസാലയൊന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് പുരട്ടിയെടുക്കുവാൻ വേണ്ടി ഞാൻ 4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും പെരുംജീരകത്തിൻ്റെ പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്കൊന്ന് പുരട്ടി കൊടുക്കാമേ. ഇത് പുരട്ടിയതിന് ശേഷം ഞാനൊരു 2 to 3 hours വെക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇനി ഇതിനായിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാമേ. ഒരു കടായി വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തേ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തേ. അതും നന്നായിട്ട് വഴറ്റി ഇനി ഇതിലേക്ക് ഞാനൊരു 5 സവാള, ചെറിയ സവാളയായിരുന്നേ, അതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എളുപ്പം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരുവിധം വഴന്നു വന്നപ്പം ഞാൻ അതിലേക്ക് ഒരു 1.5 തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാമേ. 2 സ്പൂൺ മുളക് പൊടിയും ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 സ്പൂൺ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണമൊക്കെ മാറിയ ശേഷം അതിലേക്ക് 1 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മസാലയാണ്, ടേസ്റ്റി മസാലയാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കാമേ. അപ്പം മസാല 1 സ്പൂൺ ഞാൻ അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു പുഴുങ്ങിയ മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും മസാല വെച്ചു. ഇതങ്ങനെ നിറച്ച ശേഷം ഈ കാലൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. കുക്കറിൽ വെച്ച് വേവിക്കാനാണ്. ഞാൻ ആ ചിക്കൻ എടുത്ത് കുക്കറിലേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഈ മസാലയിലൊന്ന് ആഡ് ചെയ്ത് ഞാനതൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ മതിയേ, അതൊന്ന് വേവിച്ചെടുത്തേ. അങ്ങനെ 2 ചിക്കനും വേവിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഈ മസാല വഴറ്റിയ ആ കടായിയിലേക്ക് ഈ 2 ചിക്കനും എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് ഒരുവിധം ഫ്രൈ ആകുന്നത് പോലെ ഒന്നായി വരുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാമേ. അതിൻ്റെ അകത്ത് ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കുന്നത് കാരണം നന്നായിട്ട് എന്നിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഈ ചിക്കൻ്റെ പുറത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മയോണൈസാണ് ഉണ്ടാക്കുന്നത്. അതും ഞാൻ ഹോം മെയ്ഡ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. 2 മുട്ടയും ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ വിനാഗിരിയും 1 വെളുത്തുള്ളിയും ഉപ്പും കുരുമുളകും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. Happy birthday to you.
അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ അവൾ ഓപ്പൺ ചെയ്തൊക്കെ നോക്കുവാണേ. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഈ പ്രാവശ്യം എല്ലാം ഹോം മെയ്ഡാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് ഈ കോഴി നിറച്ചത്. അത് സക്സസ് ആയിട്ട് കിട്ടിയേ. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റിയുമായിരുന്നേ. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അങ്ങനെ ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചിക്കൻ 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, അത് എടുത്ത് കഴിക്കാൻ വേണ്ടി സൗകര്യത്തിന്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഗീ റൈസാണേ. ഇത് നമ്മുടെ യൂട്യൂബിൽ ഷോർട്സായിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റൈസാണ്. പിന്നെ സാലഡും നമ്മുടെ മയോണൈസും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ഫുഡ്. പിന്നെ ഈ ചിക്കൻ കോമ്പിനേഷനായി ഞങ്ങൾ വാങ്ങിയത് പെറോട്ടയാണേ. നല്ല സൂപ്പർ പെറോട്ട ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ അവസാനിച്ചു. ഇനി നെക്സ്റ്റ് ബർത്ത്ഡേക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.